പശ്ചിമേഷ്യൻ മേഖലയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അസ്ഥിരത ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻപ് നിലനിന്നിരുന്ന നയതന്ത്ര ചർച്ചകളും സമാധാന ശ്രമങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടതോടെ മേഖല വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഇറാനെതിരായ സൈനിക നീക്കം 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ വെറും പ്രതിരോധത്തിനപ്പുറം ഒരു അന്തിമ പോരാട്ടത്തിന്റെ സ്വഭാവം കൈവരിക്കുകയാണ്. സമാധാന കരാറുകൾക്ക് വഴങ്ങാത്ത ഇറാനെതിരെ യുദ്ധം പുനരാരംഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് കേവലം ഒരു ഭീഷണിയല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വെറും 24 മണിക്കൂറിനുള്ളിൽ 65,000 ടൺ യുദ്ധസാമഗ്രികൾ ഇസ്രായേലിലേക്ക് അയച്ച നടപടി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്യാധുനിക സൈനിക വാഹനങ്ങളും ബോംബറുകളും ഇസ്രായേൽ എത്തുന്നതോടെ മേഖലയിൽ ശക്തി സന്തുലനം പൂർണ്ണമായും മാറുകയാണ്. അമേരിക്കയുടെ നിരുപാധിക പിന്തുണയോടെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക സന്നാഹം ശക്തമാക്കിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ ഏകദേശം 1.25 ലക്ഷം ടണ്ണിലധികം സൈനിക സാമഗ്രികളാണ് ഇസ്രായേലിന് ലഭിച്ചത്. ഇത് ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട അതിശക്തമായ വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. US സെൻട്രൽ കമാൻഡ് സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് പ്രകാരം ഹോർമൂസ് കടലിടുക്കിലെ ഇടപെടലും ഇറാൻ ആണവ കേന്ദ്രങ്ങളുടെ പിടിച്ചെടുക്കലും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സ്ഥാനമില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ കടുത്ത നിലപാട് സംഘർഷം കൂടുതൽ വഷളാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ആഗോള എണ്ണ വിപണിയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. യുദ്ധം ആരംഭിച്ച നാൾ മുതൽ ഇസ്രായേലിന് അമേരിക്ക നൽകി വരുന്ന പിന്തുണയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 1.25 ദശലക്ഷം ടണ്ണിലധികം സൈനിക സാമഗ്രികൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറി. 403 വിമാനങ്ങളിലായും നിരവധി കപ്പലുകളിലുമായാണ് ഈ ആയുധങ്ങൾ എത്തിച്ചത്. അത്യാധുനിക സൈനിക വാഹനങ്ങൾ, ബോംബറുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. US സെൻട്രൽ കമാൻഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള അതിശക്തമായ വ്യോമാക്രമണം, ലോകത്തിലെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിനായി തുറന്നു കൊടുക്കുക. ഇതിനായി കരസേനയെ വിന്യസിക്കാനും അമേരിക്ക പദ്ധതിയിടുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം പിടിച്ചെടുക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ആയി പ്രത്യേക സൈനിക വിഭാഗത്തെ നിയോഗിക്കുക. സൈനികമായ കടന്നാക്രമണത്തിന് പുറമെ ഇറാൻ സാമ്പത്തികമായി തകർക്കുക എന്നതും ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യമാണ്. 35 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ പുതുതായി ഏർപ്പെടുത്തിയ ഉപരോധം ഇതിന്റെ ഭാഗമായാണ്. ഈ ഭീമമായ സൈനിക നീക്കത്തിലൂടെ ഇറാനെ നിരുപാധികമായ കീടങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അമേരിക്കൻ തന്ത്രം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്ക് മുൻപിൽ തങ്ങൾ നിസ്സഹായരല്ലെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ സജ്ജരാണെന്നുമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന രീതിയിലുള്ള പ്രത്യാക്രമണ ഭീഷണിയാണ് ഇറാൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. ഈ പാത അടയ്ക്കപ്പെട്ടാൽ ആഗോള വിപണിയിൽ ഇന്ധനവില റെക്കോർഡ് ഉയരത്തിലെത്തും. ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും. അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളെ തങ്ങളുടെ മിസൈൽ കരുത്തുകൊണ്ട് നേരിടുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കോ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിലെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് മുസ്തഫ ഖമേനി വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിന് ഇനി സ്ഥാനമില്ലെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ നിലപാട്. അമേരിക്കയുടെ നാവിക ഉപരോധത്തിന് നേരെ ഇറാൻ നേരിട്ട ആക്രമണം തുടങ്ങിയാൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കും. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള അമേരിക്കൻ കരസേനയുടെ നീക്കത്തെ ചെറുക്കാൻ ഇറാൻ തങ്ങളുടെ ചാവേർ ഡ്രോണുകളെയും മിസൈലുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള വിപണിയെ ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണികളും ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന നിലപാടിലാണ് റഷ്യയും ചൈനയും. ഇറാന്റെ പരമോന്നത നേതാവ് അമേരിക്കയ്ക്ക് മേഖലയിൽ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ രാജ്യങ്ങൾ പുറപ്പെടുവിച്ച പ്രസ്താവനകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു.